നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖൊമേനിയുടേതായിട്ടുള്ള ഒരു ഉത്തരവ് എന്ന നിലയിൽ പ്രചരിക്കുന്ന ഒരു നുണ. അതായത് അയത്തുള്ള ഖൊമേനി പറഞ്ഞത്രേ, യുദ്ധത്തില് തടവുകാരായിട്ട് പിടിക്കുന്ന കന്യകമാർ അവർ തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് അവരെ നിർബന്ധമായി ബലാത്സംഗം ചെയ്തിരിക്കണം എന്ന്. അതായത് അവർ സ്വർഗത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ബലാത്സംഗം ചെയ്തിരിക്കണമെന്ന് ഖൊമേനി ഉത്തരവിട്ടു. അത്രത്തോളം ക്രൂരനാണ് എന്ന് ഒരു വിഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഒരു വിഭാഗം വർഗീയ വിദ്വേഷം തുളുമ്പി നിൽക്കുന്ന വിഷലിപ്ത മനസ്സിന് ഉടമയായിട്ടുള്ള ചില തീവ്രവാദികൾ. ഞാനിത് ഇങ്ങനെ തന്നെ പറയുന്നത്, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വസ്തുതകൾ അന്വേഷിക്കുകയും വസ്തുനിഷ്ഠമായിട്ട് പറയുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു വിഭാഗത്തെയോ അവഹേളിക്കാൻ നിൽക്കില്ല. എന്നാൽ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന വലിയൊരു വിഭാഗം ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം അവരുടെ തലച്ചോറ് ഒഴിഞ്ഞു വെച്ചേക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് അവരെ എല്ലാം തീവ്രവാദികളെന്നും മനോരോഗികളെന്നും മാത്രമേ വിളിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അത് ഏത് മതക്കാരനായാലും ആരെക്കുറിച്ച് പറയുന്നവനായാലും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയോ അല്ലെങ്കിൽ മറ്റുള്ള അവിടുത്തെ ഭരണാധികാരികളോ ആരും അംഗീകരിക്കാത്ത, പുറപ്പെടുവിക്കാത്ത, എന്നാൽ പ്രചരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കന്യകമാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കരുത് എന്നുള്ള വിശ്വാസം. അങ്ങനെ എല്ലാം വളച്ചൊടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കന്യകമാരെ ഒരിക്കലും വധശിക്ഷയ്ക്ക് വിധേയരാക്കരുത്. കന്യയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൂക്കിലേറ്റാലോ. അതുകൊണ്ട് അവരെ നിർബന്ധമായി അവർ തൂക്കിക്കൊള്ളണം എന്നതുകൊണ്ട് അവരെ പ്രാപിക്കാൻ വേണ്ടി അതിന് പറയുന്ന മറ്റൊരു നുണയാണ്, ഇസ്ലാമികമായി വ്യഭിചാരം ഹറാമായതുകൊണ്ട് അവരെ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ്, തൊട്ടു തലേന്ന് വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് അവരുമായി ശാരീരിക ബന്ധം നടത്തുന്നു. അതിനുശേഷം അവരെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നു. അതായത് വ്യഭിചാരമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന്. അതായത് ഇസ്ലാമികമായി കുറ്റമല്ല എന്നുള്ളത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇസ്ലാമികമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിവാഹം എന്നത് ഇണയായി, തുണയായി, ഹലാലായ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഇണയായി, തുണയായി, ഒരു ദിവസത്തേക്കുള്ള ഭോഗിക്കാനായി എവിടെയെങ്കിലും നിയത്ത് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് എന്തൊക്കെയോ പ്രചരിപ്പിക്കുകയാണ്. ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിക്കാനും അപമതിക്കാനും വേണ്ടിയിട്ട് മാത്രം ജനിച്ചു എന്ന് കരുതുന്ന ചില മനോരോഗികളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 1980-കളിൽ യുദ്ധ തടവുകാർ, അതാ ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല്, സ്ത്രീകളെ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പുരുഷ പട്ടാളക്കാർക്ക് ചില ഞരമ്പ് രോഗം ഉണ്ടാകാറുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. അത് തടയാൻ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ ഇത്. അത് ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല. ഏത് മതമായാലും ഏത് ജാതിയായാലും എന്തായാലും ഈ ഞരമ്പ് രോഗികൾക്ക് അധാർമികമായി പ്രവർത്തിക്കണം ചിലർ പ്രവർത്തിച്ചിരിക്കും. അതെല്ലാ രാജ്യത്തും ഉണ്ടാവും. അതിപ്പോ അറബ് രാജ്യമാണെന്നോ ഈ ഇന്ത്യ മഹാരാജ്യമാണെന്നൊന്നുമില്ല. ഈ ഇന്ത്യയില് ഈ NDA ഭരണം വരുന്നതിന് മുമ്പ് വരെ കാശ്മീരിലുള്ള ആ ജനത എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയെ എതിർത്തു എന്നൊന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തേ ആ കഥകൾ ഇവിടെ ആരും പറയാത്തത്? ഇവിടെ സംഘപരിവാർ, RSS, BJP വിഭാഗങ്ങൾ പോലും ആ കഥകളോട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അതിനു മുമ്പത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ വളരെ 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 ദുരന്തമായിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല, ആ നിലയിലായിരുന്നു. ആ ഒരു അവസ്ഥ ഇല്ലായ്മ ചെയ്തത് ഈ NDA സർക്കാരാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാരാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് കാശ്മീരിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ നിയമ നടപടികളെ ആദ്യം എതിർത്തത്. എന്നാൽ ഇപ്പോ ആ നടപടികൾ എതിർക്കുന്നുണ്ടോ? അതായത് തങ്ങളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ വേണ്ടി ഈ സർക്കാർ നടത്തിയിട്ടുള്ള നിലപാടാണ്. അല്ലാതെ മുൻ സർക്കാരുകളോ മറ്റുള്ളവരോ ചെയ്തിട്ടുള്ളത് പോലെ അത് അനുവർത്തിച്ച് പോരാൻ വേണ്ടിയിട്ടല്ല എന്ന് തിരിഞ്ഞത് കൊണ്ടല്ലേ അവിടുത്തെ ജനം മുഴുവൻ ഇന്ന് ഈ സർക്കാരിനോടൊപ്പം നിൽക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ, ഇങ്ങനെ വളച്ചൊടിച്ച് മാത്രമേ വിഷയം പറയാൻ പറ്റൂ. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഒരു വിഭാഗം ജനങ്ങൾക്ക് അവരുടെ മാനവത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ മാനസിക വിലയ്ക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ വില കൽപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ അതിനൊപ്പം നിൽക്കും. എന്നാൽ അതിനെ വകവച്ചു കൊടുക്കാത്ത ഒരു സർക്കാരോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനങ്ങളോ വന്നാൽ അതിനെ എതിർക്കുകയും ചെയ്യും. അത് സ്വാഭാവികം. അതുകൊണ്ട് അവർ എതിർത്തു. എന്നതുപോലെ സമാനമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലും ഇറാനിലും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതിന് ആയത്തുള്ള ഖൊമേനിയോ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളോ ഉത്തരവാദിയൊന്നുമല്ല. ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം നടന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനോ അതിന് ഉത്തരവാദിത്വം വഹിക്കണം എന്ന് പറഞ്ഞ് നടക്കൂ? പറ്റില്ല. പക്ഷെ ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം അവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന നിലയിൽ ആ ധാർമ്മികമായ ഉത്തരവാദിത്വം അതുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മളൊക്കെ പറയും. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ ശിക്ഷാവിധികൾക്ക് വിധേയനാക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ തടയാൻ, ചെയ്യരുത് എന്ന് പറയാനല്ലേ പറ്റുള്ളൂ.
ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. അത് ഇറാനിലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താണ്? ഇറാനിൽ ഈ 2026-ലും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും യുദ്ധ തടവുകാരായിട്ട് ഏതെങ്കിലും കന്യാകുമാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ബലാത്സംഗം ചെയ്യാതെ അവരെ കൊന്നുകളയരുത് എന്ന്. ഇറാനിലെ ഭരണകൂടം ഏതെങ്കിലും ഒരു കാലത്ത് മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്ന ഈ പച്ച നുണ ഏതെങ്കിലും സമയത്ത് അംഗീകരിച്ചതായിട്ടോ അത്തരത്തിൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നതായിട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇല്ല, എവിടെയും കാണിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ സംഭവം ഇല്ല. അത് വിശ്വാസപരമായി പ്രത്യേകിച്ച് ഷിയ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് വളരെ വളരെ അനാചാരമാണ്. ഒരിക്കലും അത് ചെയ്യില്ല. അവർ നോക്കുക പോലും ചെയ്യില്ല. അവർ അത്രത്തോളം ധാർമ്മികതയിൽ ഊന്നിയാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ചോര പൊടിയാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ നേരെ പള്ളിയിൽ ചുവന്ന കൊടി ഉയർത്തി. അതിനർത്ഥം എന്താണ്? ഞങ്ങൾ ചാകാൻ റെഡിയാണ്, നിങ്ങൾ ചാകാൻ റെഡിയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. ഷിയാക്കളുടെ സ്വഭാവം അത്. അവര് മേലടിച്ച് ചോര പൊടിച്ച് അവർ അതിന് ത്യാഗത്തിന്റെ അത് പുറത്തേക്ക് കാണിക്കുന്ന ആൾക്കാരാ, അത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാ. അവർ ജീവൻ വെടിയ എന്ന് പറഞ്ഞാൽ ഷഹീദാണ്. അതിൽ ആത്മാഭിമാനം കൊള്ളാണ്. അത് കണ്ടുകൊണ്ടിരുന്നത് നിലവിളിക്കൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹം വിശ്വാസ ദൃഢത കൊണ്ട് സുന്നി മറ്റു വിഭാഗങ്ങളെക്കാൾ മേലെ നിൽക്കുന്ന ദൃഢത കൊണ്ടാണ്. വിശ്വാസം ശരിയോ തെറ്റോ എന്നുള്ളത് അവരവർ തീരുമാനിക്കട്ടെ. ആ വിശ്വാസ ദൃഢത കൊണ്ട് മറ്റാരേക്കാളും മേലെ നിൽക്കുന്ന ഷിയ വിഭാഗങ്ങൾ ആ വിശ്വാസ ദൃഢതയ്ക്ക് നേരെ വിഘാതമായി നിൽക്കുന്ന, വിരുദ്ധമായി നിൽക്കുന്ന ഈ പറഞ്ഞ ആരോപണം ചെയ്യുമെന്നാണോ മറ്റുള്ളവർ പറയുന്നത്? അതെവിടുത്തെ ഒരു വാദഗതിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റും എല്ലാം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇവിടുത്തെ 145 കോടി ജനങ്ങൾ ഇസ്രായേലിനെയോ ഇറാനെയോ മറ്റാരെങ്കിലുമോ ഇങ്ങനെ ശക്തമായി എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കണമല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തല്ല, ഒരിക്കലുമല്ല. ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. റഷ്യ ഏത് കാലത്തും ഇന്ത്യയുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇന്ത്യക്ക് ആപത്തുണ്ടായിരുന്ന സമയത്തൊക്കെ അത് ഇന്ത്യ യുദ്ധമുനയിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകും, മറ്റു രാജ്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകും എന്ന അവസ്ഥയിൽ വന്നപ്പോൾ പോലും, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും, എല്ലാ കാലത്തും റഷ്യ ഇന്ത്യക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യയെ സംരക്ഷിച്ചുകൊണ്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് എപ്പോഴും റഷ്യയുടെ ഒരു മമത. നമ്മുടെ പരിസര രാജ്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യവും റഷ്യ തന്നെയാണ്. ഇന്ത്യക്ക് എപ്പോഴൊക്കെ ആപത്തുണ്ടായിട്ടുണ്ടോ ആ ആപത്തുള്ള സമയത്തൊക്കെ ഇന്ത്യ ആവശ്യപ്പെടാതെ തന്നെ ഇന്ത്യയെ സഹായിക്കാൻ വന്നിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ടാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റഷ്യയോടൊപ്പം നിൽക്കാം. റഷ്യയുടെ സാമ്പത്തിക നില പിടിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് എണ്ണ ആവശ്യമുണ്ട്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത്. അല്ലാതെ റഷ്യക്ക് ആയുധം കൊടുത്ത് സഹായിച്ചിട്ടൊന്നുമില്ലല്ലോ. റഷ്യക്ക് സാമ്പത്തികം ആവശ്യമുണ്ട്. ഇന്ത്യയുടെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ വന്ന റഷ്യ, ആ റഷ്യയുടെ കൂടെ ഇന്ത്യ അല്ലാതെ പിന്നെ ആരാ നിൽക്കേണ്ടത്? അതിനെ നിന്നതിനെ പോലും ഇവിടുത്തെ ഒരു വിഭാഗം വിമർശിക്കുന്നത് കണ്ടു. രാഷ്ട്രീയ വിരോധം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ വംശീയ വിരോധം കൊണ്ടൊക്കെ, മറ്റെന്തൊക്കെ ഒന്നും തിരിച്ചറിയാതെ ചില വിരോധങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ പറയുന്നത് കണ്ടു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇസ്രായേലിനോടൊപ്പം ഇന്ത്യ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ദീർഘചിന്ത ഇല്ലാത്തതുണ്ടാകാം, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യക്കുള്ളതും ഉണ്ടാകാം. ഇത് രണ്ടുമാകാം. വെറുതെ പിണക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടായാലും നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ഇന്ത്യയുടെ തകർച്ച ആഗ്രഹിക്കുന്ന, ഇന്ത്യ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ മുഴുവൻ ഒരറ്റത്ത് നിന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അമേരിക്കയും ഇസ്രായേലും എന്ന ഒരു വിഭാഗം. രണ്ടാമത്തത് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ജനങ്ങളാണ്. വിഭാഗീയമായിട്ട് ഇവിടെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് രാമന്റെ പേരിലായാലും ദൈവത്തിന്റെ മുഹമ്മദിന്റെ പേരിലായാലും ഏതിന്റെ പേരിലായാലും ഇങ്ങനെ കലഹിപ്പിച്ചുകൊണ്ട് തമ്മിലടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, പശു ഇറച്ചിന്റെ പേരിൽ മറ്റതിന്റെ പേരിലൊക്കെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവരദോഷികളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനതയുടെ ഒരുമയാണ്. അതിനോളം പോപ്പുലേഷൻ ഇന്ത്യക്കുണ്ട്. അവർ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ മറ്റൊരു ശക്തിക്കും ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അസ്ഥിരത ഉണ്ടാകണമെന്ന് മറ്റുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിമാനും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് തമ്മിലടിക്കുന്നു, ആർക്ക് വേണ്ടി തമ്മിലടിക്കുന്നു എന്ന് അറിയുന്നില്ല. പറയും നരേന്ദ്രമോദിക്ക് വേണ്ടി, BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടിയെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിൽ മറുവിഭാഗം ഇസ്ലാമിന് വേണ്ടിയെന്ന് പറയും. ഇത് രണ്ടുപേർക്കും അല്ല. ഇത് ഇന്ത്യക്ക് ദോഷമാണ്. ഇത് ചെയ്യിക്കുന്നതും ഇത് പണം മുടക്കുന്നതുമല്ല ഡീപ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്ന ഒരു വിഭാഗമാണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ടാണ് തമ്മിൽ ഇങ്ങനെ അടിക്കുന്നത്. ഒരു മുസൽമാന്റെ പേര് കേൾക്കുമ്പോൾ ചൊറിച്ചില്, ഒരു മുസൽമാന്റെ പേര് കേൾക്കുമ്പോൾ മാന്തല്, ഇപ്പൊ എന്താ ഇറാന്റെ പേര് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറച്ചു പേർക്ക് ചൊറിച്ചില്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിർത്തേണ്ടത് നമ്മുടെ ഇതിന് ഉത്തരവാദിത്തമല്ലേ?
ഇന്ത്യയോടൊപ്പം സൗഹൃദമായി നിൽക്കുന്ന, ഇന്ത്യയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന രാജ്യങ്ങളെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടാണോ? അത്ര മന്ദബുദ്ധികളാണോ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമല്ലേ? എപ്പോഴും ഇന്ത്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ലേ? ഇന്ത്യക്ക് തിരിച്ചും സഹായിക്കുന്നുണ്ട് ഇന്ത്യ. അത്തരത്തിലുള്ള രാജ്യത്തെക്കുറിച്ച് അനാവശ്യമായ ഒരു അപവാദം ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് ആ രാജ്യത്തെയും അതുപോലെ ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും ഒരു മതവിഭാഗത്തെയും മുഴുവൻ അവഹേളിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ കൂട്ടുനിൽക്കണം. ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് താഴെയും കാര്യം മനസ്സിലാക്കാത്ത കുറച്ച് പേർ ഒന്ന് തെറി വിളിക്കും. അത് ഇതിനു മുമ്പും വിളിക്കുന്നുണ്ട്. അത് അവരുടെ ജന്മഗുണമാണ്. അത് തിരുത്താൻ പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.